ഒരു പ്ലെയർ ഗ്രൗണ്ട് കത്തിച്ച കഥ നിങ്ങൾക്കറിയാമോ? അവൻ മുന്നിൽ നിൽക്കുമ്പോൾ അവന്റെ എതിരെ നിൽക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. 6 പന്തിൽ 6 സിക്സർ. ഒരു രാജ്യം മുഴുവൻ ആഘോഷിച്ചു. അന്നത്തെ യുവതലമുറയുടെ ബ്ലഡിന്റെ ഹീറ്റും അവൻ തന്നെ. പക്ഷെ ആ ആഘോഷങ്ങളുടെ പിന്നിൽ ആ മനുഷ്യൻ ശാന്തമായി മരണത്തോട് പോരാടി. സാക്ഷാൽ യുവരാജ് സിംഗ്. ഇത്തരം റിയൽ ലീഡർഷിപ്പ് സ്പോർട്സ് സ്റ്റോറീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. യുവരാജ് ഒരു ബാറ്റ്സ്മാൻ മാത്രമല്ലായിരുന്നു, ഒരു ബൗളർ ആയിരുന്നു, ഒരു ഫീൽഡർ ആയിരുന്നു, ഒരു മാച്ച് വിന്നർ പെർഫോമർ ആയിരുന്നു. കിങ്സ് 11 പഞ്ചാബ് മുതൽ ടീം ഇന്ത്യ വരെ എവിടെയും ഒരേ ഇമ്പാക്റ്റ്. 2007 സ്റ്റുവർട്ട് ബോണ്ടിന്റെ കയ്യിൽ ബോൾ മാത്രമായിരുന്നു, കൺട്രോൾ നമ്മുടെ യുവരാജിന്റെ കയ്യിലും. 6 പന്തിൽ 6 സിക്സർ. ആ ദിവസം ലോകം മനസ്സിലാക്കി യുവി ഫോം ആണെങ്കിൽ യുവിയുടെ മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന്. ടീം ഇന്ത്യയിൽ വൈസ് ക്യാപ്റ്റൻ, പ്രഷർ സിറ്റുവേഷനിൽ ഒരു മാച്ച് വിന്നിംഗ് ഇന്നിങ്സ് നൽകുന്ന പ്ലെയർ, ക്രൂഷ്യൽ വിക്കറ്റ്സ് എടുക്കുന്ന ഒരു ബൗളർ, ഗെയിം സേവിംഗ് ഫീൽഡിംഗ് നൽകുന്ന ഒരു ഫീൽഡർ, എല്ലായിടത്തും ഒരു പേര്, സാക്ഷാൽ യുവരാജ്. 2011 ലോകം കാത്തിരുന്ന വേൾഡ് കപ്പ് റൺസ് ആയിക്കോട്ടെ, വിക്കറ്റ്സ് ആയിക്കോട്ടെ, മാച്ച് വിന്നിംഗ് മൊമെന്റ്സ് ആയിക്കോട്ടെ, ഒരാൾ മാത്രം പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയി, സാക്ഷാൽ യുവരാജ് സിംഗ്. പക്ഷെ ആർക്കും കാണാതെ പോയൊരു പോരാട്ടമുണ്ടായിരുന്നു, ക്യാൻസർ. ഗ്രൗണ്ടിൽ രാജാവായിരുന്ന ആൾ ജീവിതത്തിൽ വലിയൊരു പോരാട്ടം തന്നെ നടത്തിയിരുന്നു. പക്ഷെ യുവരാജ് ഒരിക്കലും നിർത്തിയില്ല, യുവരാജ് ഒരിക്കലും തളർന്നില്ല. യുവരാജ് വീണ്ടും എഴുന്നേറ്റു. അതാണ് റിയൽ ഫൈറ്റർ. യുവരാജ് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. ടാലന്റ് ഉണ്ടെങ്കിൽ നീ മുന്നോട്ട് പോകും, പക്ഷേ മനസ്സിന്റെ കരുത്തുണ്ടെങ്കിൽ നീ വീണാലും വീണ്ടും ഉയരും. യുവരാജിന്റെ ലെജൻഡറി സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോക്ടർ സെയിൽസ് എന്നുള്ള നമ്മുടെ പേജ് ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല.